ലോസ് ഏഞ്ചൽസ് കാട്ടുതീക്ക് ഇനിയും അറുതി വന്നില്ല. കൂടുതൽ ഭാഗങ്ങളിലേക്ക് കത്തിപ്പടരുകയാണ് കാട്ടുതീ. ഫയർ ഫൈറ്റേഴ്സ് തീവ്ര ശ്രമം തുടരുമ്പോഴും ഹോളിവുഡിനെ ഭയപ്പെടുത്തി തീ ആളിപ്പടരുന്ന അവസ്ഥയിലാണ്. ഇതിനകം 23,000 ഏക്കറോളം കത്തി നശിച്ചിട്ടുണ്ട്. 16 മരണങ്ങളും 10,000 വീടുകളുടെ നാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ് കാട്ടുതീ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലോട്ടറി സമ്മാനമായ 2.04 ബില്യൺ എന്ന മഹാഭാഗ്യം കാലിഫോർണിയക്കാരൻ എഡ്വിൻ കാസ്ട്രോയെ തേടിയെത്തിയത്. ഇന്ത്യൻ രൂപയിൽ 16,590 കോടി വരും കാസ്ട്രോയ്ക്ക് ലഭിച്ച സമ്മാനത്തുക. ആ സമ്മാനത്തുകയിൽ നിന്നും $25.5 മില്യൺ ചെലവഴിച്ച് അദ്ദേഹം ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ഹിൽസിൽ ഒരു സ്ഥലവും വാങ്ങി. ഒരു ആഡംബര മന്ദിരം പണിതുയർത്തി. മാലിബു ഗേറ്റ്വേ എന്ന കൊട്ടാര സാദൃശ്യമായ ആ മണിമാളിക ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ ഒരു ചാരക്കൂമ്പാരം മാത്രമാണ്. ആ കൊട്ടാരം ആ കാട്ടുതീയിൽ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു. അതേസമയം കാലിഫോർണിയയിലെ 80 ലക്ഷത്തോളം പേരുടെ ജീവൻ അപകടത്തിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനുവരി 7-നായിരുന്നു ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ ആരംഭിച്ചത്. തുടർന്ന് അങ്ങോട്ട് ദക്ഷിണ കാലിഫോർണിയ മുഴുവൻ തീ വ്യാപിച്ചു. ഹെക്ടർ കണക്കിന് ഭൂമി ഒരേ സമയം കത്തിയെരിയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ലോസ് ഏഞ്ചൽസിൽ 16 പേരുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ 13 പേരെ കാണാതായിട്ടുണ്ടെന്ന് ഷെരീഫ് റോബർട്ട് ലൂണ അറിയിച്ചു. 10,000 വീടുകളും 10,000 ഹെക്ടർ ഭൂമിയും ചാരമാക്കിയ ഈ കാട്ടുതീ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ലോസ് ഏഞ്ചൽസിൽ പ്രധാനമായും 4ഇടത്തായാണ് കാട്ടുതീ രൂപപ്പെട്ടത്. കെന്നത്ത്, ഹാർസ്റ്റ്, പാലിസോഡ്സ്, ഈറ്റൺ എന്നിവിടങ്ങളിലാണിത്. ഇതിൽ കെന്നത്തിലെ കാട്ടുതീ 90% അണയ്ക്കാൻ കഴിഞ്ഞു. ഹാസ്റ്റിൽ 76% നിയന്ത്രണ വിധേയമാക്കി. എന്നാൽ പാലിസേഡ്സിൽ ഇപ്പോഴും കാട്ടുതീ വ്യാപിക്കുകയാണ്. 11% ഇവിടെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈറ്റഗണിലെ കാട്ടുതീയിലാണ് 11 പേർ മരിച്ചത്. മറ്റ് 5 പേർ പാലിസോഡ്സിൽ ഉള്ളവരായിരുന്നു. അതേസമയം വരും മണിക്കൂറിൽ അതിശക്തമായ കാറ്റ് തുടരുമെന്നും തീ ആളിപ്പടരാൻ സാധ്യതയുണ്ടെന്നും ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ പ്രദേശങ്ങളിൽ റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പസഫിക് പാലിസേഡിൽ കത്തിയമർന്ന കെട്ടിട വാഹനാവശിഷ്ടങ്ങൾ മാത്രമേ കാണാനുള്ളൂ. മഹാദുരന്തമായി പരിണമിച്ച കാട്ടുതീ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. തീ കെടുത്താനുള്ള പോരാട്ടത്തിൽ സംസ്ഥാനവും നാഷണൽ ഗാർഡും കാനഡയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട്.